നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചും സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണം നിലനിർത്തുക എന്ന ആവശ്യം ഉന്നയിച്ചും VKMU കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം വില്ലേജ് ഓഫീസിലേക്ക് സമരം നടത്തി. കയ്പമംഗലം 12-ൽ ദേശീയപാതയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രികന് പരിക്ക്. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ വെച്ച് സഹതടവുകാരനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. PAT NDPS നിയമപ്രകാരം 6 മയക്കുമരുന്ന് കേസുകളടക്കം 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി മുഹമ്മദ് ഷെജിയെ 1 വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലാക്കി. വാർത്തകൾ വിശദമായി. സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചും സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണം നിലനിർത്തുക എന്ന ആവശ്യം ഉന്നയിച്ചും VKMU കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം വില്ലേജ് ഓഫീസിലേക്ക് സമരം നടത്തി. സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചും സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണം നിലനിർത്തുക എന്ന ആവശ്യം ഉന്നയിച്ചും VKMU കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം വില്ലേജ് ഓഫീസിലേക്ക് സമരം നടത്തി. സമരം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. VKMU മണ്ഡലം പ്രസിഡന്റ് TS ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി KC ശിവരാമൻ, ഷിഹാബ് കാവുങ്ങൽ, MR കൈലാസൻ, MD സുരേഷ്, CB അബ്ദുൾ സമദ്, ER ജോഷി, കൃഷ്ണകുമാർ TS, രാജു, VV ജയൻ, നജീറ നൂർദീൻ, ഷാജി തറയിൽ, കുട്ടൻ എന്നിവർ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അതൊരു വലിയ ലഹരി മാഫിയായിട്ടുള്ള ബന്ധമാണോ എന്ന് കേരളത്തിലെ സമൂഹമൊക്കെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ കാണാൻ കഴിയും. PMC സംബന്ധിച്ച് ഉള്ള വിവാദം നിങ്ങൾക്കറിയാമോ? PMC സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ഞങ്ങൾ വന്നാലിത് അറബിക്കടലിൽ എറിയുമെന്നാണ്. അപ്പൊ എന്തായി സ്ഥിതി അതിന്റെ? അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏതൊക്കെയുണ്ടോ ഇന്നലെ പറഞ്ഞത് അത് മുഴുവൻ മാറ്റാൻ യാതൊരു തരത്തിലുള്ള മടിയുമില്ലാത്ത ഗവൺമെന്റായി ഈ ഗവൺമെന്റ് ഇപ്പോഴുള്ള ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ ക്ഷേമനിധി ഇതൊക്കെ ആവിർഭാവം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ചെറിയ സംഖ്യ കൊണ്ട് ആരംഭിച്ചതാണ്. 45 രൂപയാണ് ആദ്യം ഇത് ആരംഭിക്കുന്ന സമയത്ത് കൊടുത്തത്. കയ്പമംഗലം 12-ൽ ദേശീയപാതയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രികന് പരിക്ക്. കയ്പമംഗലം സ്വദേശി മാമ്പറമ്പത്ത് സുനിൽകുമാറിനാണ് പരിക്കേറ്റത്. കൊപ്രകളം ISM ആംബുലൻസ് പ്രവർത്തകർ സുനിൽകുമാറിനെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നുച്ചയ്ക്ക് 12:30-യോടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ വെച്ച് സഹതടവുകാരനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ 2025-ലെ വധശ്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അഴീക്കോട് സ്വദേശി ഐവേലിക്കകത്ത് വീട്ടിൽ മുഹമ്മദിനെ സെല്ലിൽ വെച്ച് ആക്രമിച്ച കേസിൽ സഹതടവുകാരൻ അറസ്റ്റിൽ. കരുവന്നൂർ പ്ലാക്കൽ വീട്ടിൽ ഐവിൻ ആന്റണിയാണ് അറസ്റ്റിലായത്. ഇയാൾ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കവർച്ച കേസിൽ റിമാൻഡിൽ കഴിഞ്ഞു വരികയായിരുന്നു. 9/8/2026 രാവിലെ 9:15-നോടെയാണ് സംഭവമുണ്ടായത്. അകാരണമായി അസഭ്യം പറഞ്ഞ് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിലാണ് ഐവിൻ ആന്റണി മുഹമ്മദിനെ ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ മുഹമ്മദിന്റെ ഇടത് ഷോൾഡറിന്റെ കൈക്കുഴ തെറ്റി ഗുരുതര പരിക്കേറ്റിരുന്നു. കേസിൽ പ്രതിയായ ഐവിൻ ആന്റണിയെ കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ഐവിൻ ആന്റണി ഇരിങ്ങാലക്കുട കൂരച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വീട് കയറി ആക്രമണം നടത്തി സ്ത്രീകൾക്ക് മാനഹാനി വരുത്തിയ കേസിലും ഒരു അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒരു കേസിലും പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിച്ച 2 കേസിലും അടക്കം 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ SHO ദിലീഷ്, SI-മാരായ അഭിലാഷ്, പാട്രിക്, GSS CPO-മാരായ ദിനുലാൽ, കമൽ കൃഷ്ണ, അജിത്, ജെബിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്.
PAT NDPS നിയമപ്രകാരം 6 മയക്കുമരുന്ന് കേസുകളടക്കം 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി മുഹമ്മദ് ഷിജിയെ 1 വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലാക്കി. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്നവരെ PIT NDPS ആക്ട് പ്രകാരം തടങ്കിലാക്കുന്നതിന്റെ ഭാഗമായി 3 മയക്കുമരുന്ന് കേസുകളടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പാവറട്ടി എളവള്ളി സ്വദേശി പാമ്പിങ്ങൽ വീട്ടിൽ ലിജിൻ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ജയിലിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തുടർന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ച് ഉത്തരവ് നടപ്പിലാക്കി. വാടാനപ്പള്ളി 7-ാം കല്ലിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 21.390 കിലോഗ്രാം കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്ത കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ലിജിൻ. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ ജയിലിൽ കരുതൽ തടങ്കിൽ വെക്കുന്നതിനുള്ള നിയമമാണ് PAT NDPS നിയമം. ലിജിൻ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 21.390 കിലോഗ്രാം കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്ത കേസിലും തമിഴ്നാട് തിരുവള്ളൂർ ഗുമ്മിടിപ്പൂണ്ടി പോലീസ് സ്റ്റേഷനിൽ 5.5 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായ കേസിലും പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലും അടക്കം 3 മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയാണ്. കൂടാതെ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 തട്ടിപ്പ് കേസിലും 1 അടിപിടി കേസിലും അടക്കം മറ്റ് 3 ക്രിമിനൽ കേസുകളിലും ലിജിൻ പ്രതിയാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI വിഷ്ണു രാമചന്ദ്രൻ, GSI അരുൺകുമാർ, GS CPO ഫിറോസ്, CPO റിഷാദ് PAT NDPS പ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. PAT NDPS നിയമപ്രകാരം 3 മയക്കുമരുന്ന് കേസുകളടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ലിജിനെ 1 വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലാക്കി. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്നവരെ PIT NDPS ആക്ട് പ്രകാരം തടങ്കിലാക്കുന്നതിന്റെ ഭാഗമായി 6 മയക്കുമരുന്ന് കടത്ത് കേസുകൾ അടക്കം 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വലപ്പാട് സ്വദേശി പണിക്കവീട്ടിൽ മുഹമ്മദ് ഷിജിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തൃശൂർ സബ് ജയിലിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തുടർന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ച് ഉത്തരവ് നടപ്പിലാക്കി. നാട്ടികയിൽ നിന്ന് 6 കിലോഗ്രാം 650 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു മുഹമ്മദ് ഷിജി. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ ജയിലിൽ കരുതൽ തടങ്കലിൽ വെക്കുന്നതിനുള്ള നിയമമാണ് PAT NDPS നിയമം. മുഹമ്മദ് ഷിജി വലപ്പാട്, കൊരട്ടി, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി അറസ്റ്റിലായ 3 കേസുകളിലും കഞ്ചാവ് ബീഡി ഉപയോഗിച്ച 3 കേസുകളിലും അടക്കം 6 മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയാണ്. ഇതിൽ 4 കേസുകളിൽ കോടതി ഇയാളിൽ നിന്ന് 17,000 രൂപ പിഴ ഈടാക്കി ശിക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ വാടാനപ്പള്ളി, വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും ആയുധ നിയമപ്രകാരമുള്ള 1 കേസിലും 3 അടിപിടി കേസുകളിലും അടക്കം മറ്റ് 5 ക്രിമിനൽ കേസുകളിലും മുഹമ്മദ് ഷിജി പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ K, GSI ഉണ്ണി PV, CPOമാരായ മാഷ് ജസിൻ തോമസ് എന്നിവർ PAT NDPS പ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഗതാഗത നിയന്ത്രണം 19 വരെ നീട്ടി. KSTP കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പാലക്കൽ ഭാഗത്ത് കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയായ റോഡിന്റെ കോൺക്രീറ്റിന്റെ ഗുണനിലവാരവും ബലവും ഉറപ്പുവരുത്തുന്നതിനുള്ള ക്യൂറിംഗ് ഘട്ടം പൂർത്തിയാക്കുന്നതിനായി ഓഗസ്റ്റ് 19 വരെ ഏകദിശ ഗതാഗത ക്രമീകരണവും ഡൈവേർഷനുകളും നീട്ടിക്കൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഓണാഘോഷത്തിനായി വ്യാജമദ്യം നിർമ്മിച്ചയാൾ പിടിയിൽ. നന്ദിപ്പുലം വില്ലേജ് ആറ്റിപ്പള്ളി ദേശത്ത് കുന്നത്തുപറമ്പിൽ വീട്ടിൽ ജിതിനെയാണ് പിടികൂടിയത്. കാറളത്ത് സ്കൂട്ടറിൽ 18 ലിറ്റർ മദ്യവുമായി പോകുമ്പോഴാണ് ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ P സന്തോഷ് കുമാറും സംഘവും പിടികൂടിയത്. തുടർന്നുള്ള ഇയാളുടെ മൊഴി പ്രകാരം വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ ഇയാൾ വാടകയ്ക്കെടുത്ത വീടിന്റെ കിടപ്പുമുറിയിൽ നിന്നും 231.5 ലിറ്റർ വ്യാജമദ്യവും 88 ലിറ്റർ സ്പിരിറ്റും വ്യാജമദ്യം നിർമ്മിക്കുന്നതിനും ബോട്ടിൽ ചെയ്യുന്നതിനുമായുള്ള സാധന സാമഗ്രികളും പിടികൂടി. ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ സതീഷ് ബാബു പയ്യന്നൂരിന്റെ ജന്മദിന സ്മൃതി സംഗമവും സ്മാരക പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് സാംസ്കാരിക വകുപ്പ് മന്ത്രി VC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തിച്ച മേഖലയിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച സതീഷ് ബാബുവാണ് ഭാരത് ഭവന് ജീവസുറ്റ സാംസ്കാരിക ഇടമാക്കി മാറ്റിയത് എന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം സതീഷ് ബാബു പയ്യന്നൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരവും കഥാകൃത്തും നോവലിസ്റ്റുമായ CV ബാലകൃഷ്ണന് മന്ത്രി സമ്മാനിച്ചു. സാഹിത്യ നിരൂപകൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി KC ജോസഫ് മുഖ്യാതിഥിയായി. ഡോക്ടർ M രാജീവ് കുമാർ അനുസ്മരണ പ്രഭാഷണവും നടത്തി. RK ദാമോദരൻ, PV പ്രഭാകരൻ, ശങ്കർ രാമകൃഷ്ണൻ, സന്തോഷ് എച്ചിത്താനം, ഷിഹാബുദ്ദീൻ കൊളത്തുംകടവ്, E അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താ നേരം തുടരുന്നു. സേനാ മെഡലുകൾ പ്രഖ്യാപിച്ചു. രാഷ്ട്രപതിയുടെ സേനാ മെഡലുകൾ പ്രഖ്യാപിച്ചു. 1057 പേർ പുരസ്കാരത്തിന് അർഹരായി. കേരളത്തിലെ 6 പോലീസുകാർക്ക് മെഡൽ. SP ശശിധരൻ ശങ്കരൻ, IG രാജ്പാൽ മീണ, SP ബിനു R പിള്ള, SP G ഉജ്ജ്വൽ കുമാർ, DYSP VR രവികുമാർ, DYSP സുരേഷ് ബാബു, SI ജ്യോതിഷ് കുമാർ എന്നിവർക്കാണ് മെഡൽ. പ്രശസ്ത ഇലത്താളം കലാകാരൻ പുതുക്കാട് തെക്കേക്കുറവ് കിളിയാറൻ രാമൻ നായർ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. തൃശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ മേളത്തിൽ 50 വർഷത്തിലേറെ പങ്കെടുത്തിട്ടുണ്ട്. കുറുമാലിക്കാവ് ക്ഷേത്രത്തിലെ പാനപ്പറ യോഗത്തിൽ കൂടിയാണ് മേളരംഗത്ത് എത്തുന്നത്. പ്രമുഖ മേള പ്രാമാണികരായിരുന്ന ചക്കംകുളം ചങ്കുണ്ണിമാരാർ, അപ്പുമാരാർ, തൃപ്പേക്കുളം അച്യുതന്മാരാർ, മഠത്തിൽ ഗോപാലമാരാർ എന്നിവരുടെ മേളത്തിൽ പതിവുകാരനായിരുന്നു. പെരുവനം കുട്ടന്മാരാർ, കേളത്ത് അരവിന്ദാക്ഷമാരാർ തുടങ്ങിയവരോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. തൃപ്പുണ്ണി ക്ഷേത്രത്തേതുൾപ്പെടെ പല ക്ഷേത്രങ്ങളിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങിയിരുന്നു. ഓണം കളറാക്കാൻ ചെണ്ടുമല്ലിപ്പൂക്കൾ. 62-ാം വയസ്സിലും കൃഷിയുടെ നിറവിൽ ഷീജ. ഓണത്തിന് നാടിന് പൂക്കളുടെ നിറപ്പകിട്ട് സമ്മാനിക്കുകയാണ് 62-ാം വയസ്സിലും കൃഷിയോടുള്ള ആവേശം കൈവിടാത്ത നാട്ടിക സ്വദേശി കൊടപ്പുള്ളി വീട്ടിൽ ഷീജ. നാട്ടിക 12-ാം കല്ലിന് പടിഞ്ഞാറ് 1 ഏക്കറോളം സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കളുടെ കാഴ്ചയാണ് ഇപ്പോൾ നാട്ടുകാരുടെയും കാഴ്ചക്കാരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. 1/4 നൂറ്റാണ്ടിലേറെയായി വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്ന ഷീജ 4 വർഷം മുമ്പാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് തിരിഞ്ഞത്. ആദ്യ പരീക്ഷണം വിജയിച്ചതോടെ തുടർന്നുള്ള വർഷങ്ങളിലും ചെണ്ടുമല്ലി കൃഷി തുടരുകയായിരുന്നു. ഇത്തവണ 1 ഏക്കറോളം സ്ഥലത്ത് 1000-ഓളം ചെണ്ടുമല്ലി തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ദിവസവും 2 നേരം കൃഷിയിടത്തിലെത്തി ചെടികൾ പരിപാലിക്കുന്ന ഷീജയുടെ അധ്വാനത്തിന് ഇത്തവണ മികച്ച വിളവാണ് ലഭിച്ചത്. ചാഴൂരിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലുള്ള ഹൈബ്രിഡ് തൈകളാണ് കൃഷി ചെയ്തത്. കൃത്യമായ പരിചരണവും പരിപാലനവും ലഭിച്ചതോടെ
ചെടികളിൽ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. അത്തം ദിനത്തിൽ പൂക്കൾ വിളവെടുത്ത് കൃഷിയിടത്തിൽ നിന്നും ഷീജയുടെ തൃപ്രയാറിലുള്ള ഷോപ്പിൽ നിന്നുമായി വിൽപ്പന നടത്താനാണ് തീരുമാനം. കൃഷിയുടെയും വിളവെടുപ്പിന്റെയും വിൽപ്പനയുടെയും കാര്യങ്ങൾ ഏറെയും സ്വയം നിർവഹിക്കുന്നതിനാൽ ചെണ്ടുമല്ലി കൃഷി ലാഭകരമാണെന്നും ഷീജ പറയുന്നു. മുന്നേ ഇത് ചെടി സെൻ്ററിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് ചെട്ടിമല്ലി. ഒരു 60 ദിവസമാണ് ഇതിൻ്റെ ഇത് മൂപ്പ്. അപ്പോൾ ഇതൊറ്റയ്ക്ക് 2 ദിവസം കൊണ്ടാണ് ഇത് നട്ടുണ്ടാക്കിയത്. ഈ ചാലുകോഴി 2 ദിവസം, അത് 2 മണിക്കൂർ സമയം ഒരു ദിവസത്തിൽ, അത് 4 മണിക്കൂർ കൊണ്ട് ഇത്രയ്ക്ക് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് ഇത്രയ്ക്ക് ആയത്. ഞാൻ കൂടാതെ പച്ചക്കറി പറയട്ടെ, പച്ചക്കറി ഒരു കപ്പലണ്ടി നട്ടിട്ടുണ്ട്. ഒരു 5 സെൻറ്റ് സ്ഥലത്തിൽ കൂടുതൽ കപ്പലണ്ടി നട്ടിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച വിളവെടുപ്പ് ആവാറായിട്ടുണ്ട്. ഓണം കഴിഞ്ഞാൽ അത് വിളവെടുപ്പായി. അതിന് 3.5 മാസമാണ് കപ്പലണ്ടിക്ക് വിളവ്. തക്കാളി, പയർ, പച്ചമുളക്, വെണ്ട, വഴുതിനി, പിന്നെ ചോളം കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൊള്ളിൻ്റെ 3 മാസത്തിൽ കായ്ക്കുന്ന കൊള്ളി, അത് ആ കൊള്ളി ആയിട്ടുണ്ട്. പിന്നെ സാധാരണ കൊള്ളി നട്ടിട്ടുണ്ട് ഒരു 6 മാസത്തെ. കൊത്തമര കൂടാണ്ട് കുറ്റിയമര നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ചെടികൾ വയ്ക്കും. 2 മണിക്കൂർ സമയം എല്ലാ ദിവസവും ഇവരുടെ അടുത്ത് വന്ന് ഇവരോട് സംസാരിച്ചു. ചെണ്ടുമല്ലിക്ക് പുറമെ കപ്പലണ്ടി, ചോളം, മഞ്ഞൾ, കൂർക്ക തുടങ്ങിയ വിവിധ ഇനം വിളകളും ഷീജ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയോടുള്ള നിരന്തരമായ താല്പര്യവും അധ്വാനവും കൊണ്ട് സ്വന്തം കൃഷിയിടത്തെ ഒരു വൈവിധ്യമാർന്ന കൃഷിയിടമാക്കി മാറ്റിയിരിക്കുകയാണ് ഷീജ. ഓണത്തിന് പൂക്കൾ തേടിയെത്തുന്നവർക്കും കൃഷിയോട് താല്പര്യമുള്ളവർക്കും ഒരുപോലെ കൗതുകമാകുകയാണ് നാട്ടികയിലെ ഈ പൂപ്പാടം. ഓണത്തിന്റെ വരവറിയിച്ച് മഞ്ഞയും ചുവപ്പും നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ ഷീജയുടെ കൃഷിയോടുള്ള ആത്മാർത്ഥതയുടെയും അധ്വാനത്തിന്റെയും മനോഹരമായ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. വാടാനപ്പള്ളിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ 7 പേരെ തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിച്ചു. വാടാനപ്പള്ളി സ്വദേശികളായ സുമ, ശോഭന, മണികണ്ഠൻ, കുട്ടൻ എന്നിവരെയും മറ്റ് 3 പേരെയുമാണ് തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചത്. വാടാനപ്പള്ളി പഞ്ചായത്തിലെ ബീച്ച് വിവേകാനന്ദ വായനശാലയ്ക്ക് വടക്കും 14, 16 വാർഡിലെയും തലക്കുളം പഞ്ചായത്തിലെ ഒരു വാർഡിലുമാണ് തെരുവുനായ ആക്രമണം നടത്തിയത്. ഓടിച്ചിട്ടാണ് നായ കടിച്ചത്. കാലിലും തുടയിലുമായാണ് കടിയേറ്റത്. മറ്റു ചിലർ പലരും ഓടി രക്ഷപ്പെട്ടു. കടിയേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. കൂടുതൽ പേരെ കടിക്കാതിരിക്കാൻ നാട്ടുകാർ നായയെ പിടികൂടി കൂട്ടിലാക്കി. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. പഞ്ചായത്ത് ഇടപെട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS സുജിത് നായയെ മണ്ണുത്തിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പേവിഷബാധ ഉള്ളതായി സ്ഥിരീകരിച്ചു. ചരക്കിറക്കുന്നതിനിടെ റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ ലോറി ഡ്രൈവർ മരിച്ചു. കാട്ടൂർ സ്വദേശി എറിയാപ്പറമ്പിൽ സജികുമാറാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 10:30യോടെയാണ് അപകടമുണ്ടായത്. കാലിത്തീറ്റയ്ക്കായുള്ള തവിടിന്റെ ചാക്കുകൾ ഗുഡ്സ് ട്രെയിനിൽ നിന്ന് തൊഴിലാളികൾ ഇറക്കി ലോറിയിൽ കയറ്റുന്നതിനിടെയാണ് സംഭവം. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ചാക്കുകൾ നനയാതിരിക്കാൻ ലോറിക്ക് മുകളിൽ കയറി ടാർപ്പായ ഇടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവം. ലോറിയുടെ മുകളിൽ നിന്ന് പായ പിന്നിലേക്ക് വലിക്കുന്നതിനിടെ ഒരു കാൽ ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ വെച്ചപ്പോൾ തെന്നി വൈദ്യുതി ലൈനിന്റെ ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ശരീരം മുഴുവൻ തീപിടിച്ച് താഴേക്ക് വീണുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗുരുതരമായ പൊള്ളലേറ്റ ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുടയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എടത്തിരുത്തി നീലക്കുറ്റി പരേതനായ സത്യന്റെ മകൻ 42 വയസ്സുള്ള സനിലാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി ഇരിങ്ങാലക്കുട 3 പീടിക സംസ്ഥാന പാതയിൽ സോൾവെൻ കമ്പനിക്ക് സമീപം ആക്ടീവ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സനിൽ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. തൃശൂർ നഗരത്തിലെ സബ്വേയിൽ മധ്യവയസ്കനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തൃശൂർ നഗരത്തിലെ സബ്വേയിൽ മധ്യവയസ്കനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിലായ പ്രതി വലക്കാവ് സ്വദേശി ചെമ്പൻ ശരത്തിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എമ്പൂർ റോഡ് ജംഗ്ഷനിൽ സബ്വേയിൽ വെച്ചാണ് ക്രൂരമർദ്ദനത്തെ തുടർന്ന് മധ്യവയസ്കൻ കൊല്ലപ്പെട്ടത്.
നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പേരറിയാത്ത ആളാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. പിടിയിലായ ശരത്തും മരണപ്പെട്ട ആളും തമ്മിൽ സബ്വേക്ക് ഉള്ളിൽ വെച്ച് വാക്കുതർക്കം നടന്നു. തുടർന്നാണ് ക്രൂരമർദ്ദനം നടന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. MDMA-യും ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച 52,200 രൂപയുമായി ചാഴൂർ സ്വദേശി അറസ്റ്റിൽ. അന്തിക്കാട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന MDMA-യുമായി ഒരാൾ അറസ്റ്റിൽ. ചാഴൂർ ജയ്ഹിന്ദ് റോഡ് സ്വദേശിയായ ചെമ്പകശ്ശേരി വീട്ടിൽ സാംജിത്തിനെയാണ് അന്തിക്കാട് പോലീസും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മതിലകത്ത് ജ്വല്ലറി തുടങ്ങാമെന്ന് വിശ്വസിപ്പിച്ച് 87 ലക്ഷം രൂപ തട്ടിയ ദമ്പതികൾ അറസ്റ്റിൽ. പുതിയകാവിൽ SR ഗോൾഡ് എന്ന പേരിൽ ജ്വല്ലറി തുടങ്ങാമെന്ന് വിശ്വസിപ്പിച്ച് 87 ലക്ഷം രൂപ തട്ടിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. പാപ്പിനിവട്ടം ചിറ്റൂർ കാട്ടിൽ വീട്ടിൽ സുധീർ, ഭാര്യ സുബൈദ എന്നിവരെയാണ് പൊന്നാനിയിൽ നിന്നും മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 കോടി രൂപ നിക്ഷേപിച്ചാൽ ജ്വല്ലറിയിൽ പാർട്ട്ണറാക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പാലക്കാട് കുഴൽമന്ദം സ്വദേശിയിൽ നിന്നാണ് ഇവർ പണം തട്ടിയത്. 2025 ജൂൺ മാസത്തിന് ശേഷം പല തവണകളായി പരാതിക്കാരന്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പ്രതികളുടെ അക്കൗണ്ടിലേക്ക് 56 ലക്ഷം രൂപ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യിക്കുകയും 31 ലക്ഷം രൂപ നേരിട്ട് പണമായി വാങ്ങിയുമാണ് തട്ടിപ്പ് നടത്തിയത്. പരാതിക്കാരൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്ന് മതിലകം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. മതിലകം പോലീസ് സ്റ്റേഷൻ SHO രജീഷ് S, SI നസിയ M സാഹിബ്, GS CPOമാരായ പ്രബിൻ, ഷനിൽ, ഷിജീഷ്, CPO ദിവ്യ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചും സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണം നിലനിർത്തുക എന്ന ആവശ്യം ഉന്നയിച്ചും VKMU കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം വില്ലേജ് ഓഫീസിലേക്ക് സമരം നടത്തി. കയ്പമംഗലം 12-ൽ ദേശീയപാതയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രികന് പരിക്ക്. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ വെച്ച് സഹതടവുകാരനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. PIT NDPS നിയമപ്രകാരം 6 മയക്കുമരുന്ന് കേസുകളടക്കം 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി മുഹമ്മദ് ഷിജിയെ 1 വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലാക്കി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.